ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ആണ്. നമ്മുടെ സ്കിന്നിൽ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഏറ്റവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കളറേഷൻ, അൺഇവനായിട്ടുള്ള സ്കിന്നല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സ്കിന്ന് നല്ല രീതിയിൽ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ട് സ്കിന്ന് ഭയങ്കര റഫായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു ഏജ് ഒരു 20-25 വയസ്സുള്ളതെങ്കിൽ പോലും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ ഫേസിൽ നല്ല ഏജ് ഫീൽ ചെയ്യും. സ്കിന്നൊക്കെ ഒരു റഫായിട്ടൊക്കെ ഇരിക്കും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ്. ഇതിൽ ചില പ്രൊഡക്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ സ്കിൻ കെയറിൽ ഇപ്പോൾ യൂസ് ചെയ്യണ ഫേസ് വാഷ് ആണ്. ഈ ഒരു പ്ലമ്മിൻ്റെ ഫേസ് വാഷ്. ഇത് പ്ലം സഫ്രോൺ ആൻഡ് പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷ് ആണ്. ഇതിനൊരു 200 രൂപയ്ക്കുള്ള കേട്ടോ പ്രൈസ്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് എല്ലാം വാങ്ങിച്ചത് കേട്ടോ. കാരണം നല്ല ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നല്ല സെയിൽസും ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പപ്പായും സഫ്രോണിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B5 ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് 100% വേഗനാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. 100 ml ആണ് ഈ ഒരു പാക്കേജ് വരുന്നത്. നമുക്ക് മോർണിംഗും നൈറ്റ് ടൈമും ഫേസ് വാഷ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഒട്ടും ഡ്രൈ ആക്കാതെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ഇത്തിരി ടൈം എടുത്തിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുക. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ഫേസ് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു മൈക്രോ ഫൈബർ ടവൽ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ തുണി ഉണ്ടാവില്ല, അത് ഉപയോഗിച്ച് നന്നായിട്ട് തുടക്കുക. അപ്പോൾ ഭയങ്കര ഹാർഷായിട്ടൊന്നും തുടക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത്തിരി സ്പീഡൊക്കെ ഇങ്ങനെ കൂട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യണതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ വലിച്ചു പറിച്ച് തുടക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ടവൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഞാൻ മുഖം തുടക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥയുടെ ചെറിയൊരു വ്യത്യാസം കാരണം വീഡിയോയുടെ ലൈറ്റ് ഞാൻ നാച്ചുറൽ ലൈറ്റാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാകും. കാരണം ഓറഞ്ച് ഷെയ്ഡ്, കാരണം ഞാൻ ഉച്ച നേരത്താണ് ഇത് ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് ഓറഞ്ച് ഷെയ്ഡ് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് ക്ഷമിക്കുക. അടുത്ത ഞാൻ യൂസ് ചെയ്യണത് വാവിൻ്റെ വൈറ്റമിൻ C ഒരു സ്കിൻ മിസ്റ്റ് ടോണറാണ്. വാവ് സ്കിൻ സയൻസിൻ്റെ കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ടോണറാണ്. ഇതിൽ വൈറ്റമിൻ C അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. സ്കിൻ നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യും. ഇതിലുണ്ടല്ല ലെമൺ എസെൻഷ്യൽ ഓയിൽ, ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, അതേപോലെ അലോവേറ എക്സ്ട്രാക്റ്റ്, വിച്ച് ഹെസലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പാരബൻ, സിലിക്കോൺ, മിനറൽ ഓയിൽ, സൾഫേറ്റ്സ് ഒക്കെ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസിൽ ഞാനതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തു. അതൊന്ന് ഫേസിലോട്ട് മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ മൂന്നാമത് യൂസ് ചെയ്തത് സിറമാണ്. കഫേൻ്റെ ഈ ഒരു ഫേസ് സിറമാണ്. ഇതിൽ വൈറ്റമിൻ C 15%, കഫേൻ 1%, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോയിങ് ആക്കാനായിട്ടും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടുകൾ, കറുത്ത പാടുകളും, പിഗ്മെൻറ്റേഷൻ, കരിവാളിപ്പ്, വെയിലേറ്റ് കരിവാളിപ്പ്, അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ അൺഇവനായിട്ടുള്ള സ്കിന്ന്, മുഖത്തിൻ്റെ പല ഭാഗത്തും ചെറിയ കളർ വ്യത്യാസങ്ങൾ, ഡിസ്കളറേഷനൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കട്ടെ. ഇതേപോലൊരു സിറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ച് സിറം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റമിൻ C സിറമാണ്. അപ്പോൾ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ പെട്ടെന്ന് വെയിലേറ്റുള്ള കരിവാളിപ്പ് ഉണ്ടാവില്ല, അതൊക്കെ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കും. പിന്നെ ബ്ലെമിഷസ്, ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അബ്സോർബ് ആയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് അതൊന്ന് ഫേസിലോട്ട് അബ്സോർബ് ആയതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഞാൻ എന്താ പറയുക എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ആണെങ്കിൽ ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ E ആണ് കണ്ടൻറ്റ് വരുന്നത്. സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കും. സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കുകയാണെങ്കിൽ മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, റഫായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ് യൂസ് ചെയ്യുക. നയാസിനമൈഡ്, അതേപോലെ ഹൈലറോണിക് ആസിഡൊക്കെ കണ്ടൻറ്റ് വരുന്ന മോയ്സ്ചറൈസർ, സിറംസൊക്കെ യൂസ് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ പറഞ്ഞില്ലേ, എൻ്റെ സ്കിൻ കൺസേൺസ് അനുസരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിറംസ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ വൈറ്റമിൻ C യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നയാസിനമൈഡ് സിറം യൂസ് ചെയ്യും കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ചിട്ട് ഫേസ് അങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ യൂസ് ചെയ്യും കേട്ടോ.
അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡേ ടൈം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഉച്ച നേരത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യണം. ഉച്ചനേരം അല്ല, ഒരു 10, 11, 12 ആ ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റമിൻ സി സിറം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മമ്മ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. ഇതിൽ വൈറ്റമിൻ സിയും ടർമറിക്കും ആട്ടോ കണ്ടൻറ്റ് വരുന്നത്. ഇതിൽ SPF 50യും PA+++ഉം ആണ്. നല്ല സൺ പ്രൊട്ടക്ഷനും ഫേസ് നല്ലൊരു ഗ്ലോ കൊടുക്കാനൊക്കെ സഹായിക്കും. ഇത് മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 3 ഫിംഗർ റൂൾ അനുസരിച്ചിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇത്തിരി കൂടുതലാണ്, ഞാൻ കയ്യിലൊക്കെ പാക്കി തേച്ചിട്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കാര്യം അറിയാമല്ലോ, മോർണിംഗ് ടൈമിൽ നമ്മൾ ആഫ്റ്റർ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫേസിലും നെക്കിലും എല്ലായിടത്തും നന്നായിട്ട് തേക്കുക. നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറക്കാനായിട്ട് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് എൻ്റെ സ്കിൻ കെയർ ഐറ്റം. സൺസ്ക്രീൻ എന്തായാലും ഞാൻ മറക്കാറില്ല, എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് സ്കിൻ എപ്പോഴും നല്ലൊരു എന്താ പറയുക ക്ലീൻ ആൻഡ് ക്ലിയർ ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ കണ്ണിനടിയിൽ കറുപ്പുണ്ട്, കുറേ ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറഞ്ഞത് നന്നായിട്ട്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ ഐ ക്രീം എം കഫേൻ്റെ നേക്കഡ് ആൻഡ് റോ ഇതാണ് കേട്ടോ. ഇതിലുണ്ടെങ്കിൽ കോഫി അടങ്ങിയിട്ടുണ്ട്, വൈറ്റ് വാട്ടർ ലില്ലിയുമാണ് കണ്ടൻറ്റ് വരുന്നത്. കണ്ണിനടിയിൽ ജസ്റ്റ് ഇതേപോലെ ഇതാക്കുക. എന്നിട്ട് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ബാക്കി മസാജ് ചെയ്യണം. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയാൽ പണിയല്ലേ, നല്ല നീറ്റിലായിരിക്കും, എരിച്ചിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആ സാധനം കൊണ്ട് ഒന്ന് റോള് കൊണ്ട് ഒന്ന് ഇതാക്കിയിട്ട് കൈ ഉപയോഗിച്ച് ഈക്വലായിട്ട് കറക്റ്റ് 2 വശത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു അണ്ടർ ഐ ക്രീം ഏറ്റവും നല്ലത് നൈറ്റ് ടൈമാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതലും നൈറ്റ് ടൈം നമ്മൾ പ്രത്യേകിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്തില്ല, ആ സമയത്താണ് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യണത് ജസ്റ്റ്. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെയും പോകുന്നില്ല, വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്ന കാരണം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലിപ് ബാം. അപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു ലിപ് ബാമാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ചെറി ടിൻറ്റഡ് ലിപ് ബാം വിത്ത് SPF 20+. അതായത് നമ്മുടെ ലിപ്പിന് വരെ സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന, ചുണ്ട് കരിവാളിച്ചൊക്കെ പൂലെ വെയിലേറ്റിട്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് SPF കണ്ടൻറ്റ് വരുന്ന ഒരു ലിപ് ബാമാണ്, ടിൻറ്റഡ് ലിപ് ബാമാണ് കേട്ടോ. ഇതിൽ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറൊക്കെയാണ് അടങ്ങിയേക്കുന്നത്. അഫോർഡബിളാണ് കേട്ടോ. ഇതും ഒരു 200-നുള്ളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു ബീട്രൂട്ടിൻ്റെയൊക്കെ കളറാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും അപ്ലൈ ചെയ്തു. ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ ഇത്തിരി ഗ്ലോയി ഫിനിഷാണ്, ഒരു തിളക്കം കൊടുക്കും ഇത്തിരി. അതുകൊണ്ട് തന്നെ ഒരു തിളക്കം ഫേസിനുണ്ട്. നമ്മൾ റെഗുലറായിട്ട് കറക്റ്റായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി ഞാനൊരു സംഭവം കൂടി ഇപ്പോൾ കറൻറ്റായിട്ട് എൻ്റെ ഒരു ബോഡിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെർബിൻ്റെ തന്നെ എന്താ പറയുക അൾട്രാ ഹൈഡ്രേറ്റിംഗ് ബോഡി മിൽക്കാണ്, ബോഡി ലോഷനാണ് കേട്ടോ. ഡീപ്ലി നൗറിഷ് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇതിൽ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫ്രോണും മലായും ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പാരബൺ മിനറലൊക്കെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോഡി കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ റഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. നല്ല സ്മെല്ലാണ്, നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ ഐറ്റംസ്. ബോഡി കെയർ എന്ന് പറയുമ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒരു എന്താ പറയുക ബോഡി ലോഷനും കൂടി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് എൻ്റെ സ്കിൻ കെയറിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഞാൻ ഇടയ്ക്ക് ചിലതൊക്കെ മാറ്റങ്ങൾ വരുത്തും. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് അനുസരിച്ചിട്ട്, ചിലപ്പോൾ മുഖക്കുരു തന്നെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പ്രോഡക്ട്സിൽ വ്യത്യാസം വരുത്തും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.